ഇയാളെ കൊയിലാണ്ടിന് ഇത്ര വേഗം എങ്ങനെ കെട്ടിയെടുത്തടോ? എല്ലാം നിയന്ത്രണാധീനം. എങ്ങനെയിരുന്നു കളക്ടറുടെ കൊയിലാണ്ടി പ്രോഗ്രാം? നോ ടൈം ഫോർ സ്മോൾ ടോക്ക് ശങ്കർ. കം ഓൺ, ബ്രീഫ് മീ. സർ, ഇത് MP അദ്ദേഹത്തിന്റെ വീട്. ഇവിടെ ഒരു കമ്പനി റൈഫിൾ പോലീസിനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെതാ ഇവിടെയാണ് ഒരു വലിയ ടെൻഷൻ. MP അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസ്. വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. അറിയാലോ, അവിടേക്ക് ഒരു 3 വാൻ പോലീസ് മൂവ് ചെയ്തിട്ടുണ്ട് സാർ. ഭഗവാനെ, എന്തെങ്കിലും സംഭവിച്ചു പോയാ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുക. MP അദ്ദേഹത്തിന്റെ ഫാദറിലോ ഒക്കെ ഈ ബഹളത്തിനിടയ്ക്ക് ഞങ്ങൾ മാനേജ് ചെയ്താ. Bring them back. ഈ 2 ട്രൂപ്സിനെയും ഉടനെ തിരിച്ചു വിളിക്കണമെന്ന്. What do you mean? What I said. And why the damned injured sort of firearms? Look, Mr. Collector, ലാത്തി വീശണോ വെടിവെക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. And don't try to impose. ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് എനിക്കറിയാം. Like hell you know. ഒരു തെരുവ് മുഴുവൻ നിന്ന് കത്തിച്ചാമ്പലാവുമ്പോ MP-യുടെ കൊട്ടാരത്തിന് റൈഫിൾ പോലീസിന്റെ കാവൽ. അന്തപുരത്തിൽ തിരുവയറൊഴിഞ്ഞു കിടക്കുന്ന അയാളുടെ പട്ടമഹിഷിക്ക് ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ. അതും പോരാൻ അയാളുടെ ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന അമ്മായിപ്പന്റെ നെഞ്ചത്ത് സ്റ്റേറ്റ് പോലീസിന്റെ സെറമോണിയൽ പരേഡ്. ഇറ്റ്സ് ഷെയിം ഓൺ യു മിസ്റ്റർ. വാ പൊളിച്ച് നോക്കി നിൽക്കാതെ തിരിച്ചു വിളിക്കാൻ മെസ്സേജ് കൊടുക്കണോ, ഇഡിയറ്റ്. സർ, ഓഫീസർ, സർ, യു ലുക്ക് ആസ് ഇഫ് യു ഹാവ് ഗ്രോൺ ത്രൂ ഇറ്റ്, സർ. എനിക്ക് ബിസ്ക്കറ്റ് താ. 2 പഴം. കണ്ണു കാണാതെ പാവത്തിനോടെ ഇങ്ങനെ ചെയ്യാം. ബിജുവല്ലേ കഴിഞ്ഞോണ്ട് വരുന്നു? എന്തുപറ്റി? എന്നെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. അറിയില്ല. എവിടെ വെച്ച്? പെട്ടിക്കിട. ഏതുവരാ എന്നെ പോലെ സേർട്ട് വെച്ച് വിളിച്ചേ? അവനോട് ഒന്ന് വേഗം കേട്ടടി. വേഗം കേട്ടേ.
നിൽക്കുക മദ്രാസ് പോണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് കളിച്ചോണ്ടിരിക്കുക. മദ്രാസ് എങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. മദ്രാസ് പോകണം. അല്ലെങ്കിൽ നീ കൂടെ പിടിക്കില്ലടാ. കൂടെ പിടിച്ച് ഞാൻ വേറെ പിടിച്ചോളാം. പോയാലോ എനിക്ക് കൂടെ. But that was too small a dose. അല്ലെങ്കിൽ വെറും ഒരു ടെസ്റ്റ് ഡോസ്. But it works. അല്ലടാ പട്ടേ. പക്ഷെ നോക്ക്, ഇതങ്ങനെയല്ല. A very very heavy dose. വേണ്ടി വന്നാൽ ഒരാനയെ തന്നെ കൊല്ലാൻ പാകത്തിൽ സ്ട്രോങ്. നിനക്ക് ഓർമ്മയുണ്ടാവും ഡോക്ടർ വിജയിന് കൊടുത്ത ഡോസ് അല്ലേ? അതിത്ര സ്ട്രോങ് ആയിരുന്നു. ഹേയ്, ആവാൻ വഴിയില്ല അല്ലേ? ദാ കണ്ടില്ലേ, വിജയിനെ കുത്തിവെക്കാൻ നീ ഉപയോഗിച്ച അതേ സിറിഞ്ച് തന്നെയായത്. നിന്റെ വിരൽപ്പാട് പതിഞ്ഞ the very same piece. നീ ഇത് അവന്റെ ശരീരത്തിൽ കുത്തിയിറക്കിയപ്പോ അവൻ വല്ലാതെ ഭയന്നുവല്ലേ? പേടിച്ച് വിറച്ച്. അല്ലടാ, or I'll chop off and make you swallow them raw. അരിഞ്ഞെടുത്ത് പച്ചയ്ക്ക് തീറ്റിക്കുന്നില്ല ഞാൻ. പറയില്ലല്ലേ? ശങ്കറും ഘോർപ്പടയും ജയകൃഷ്ണനും പിന്നെ നീയും ചേർന്ന് നടത്തിയ കൊലപാതകങ്ങളെ കുറിച്ച്, ഈ നാട്ടിലെമ്പാടും കലാപങ്ങൾ ഉണ്ടാക്കാൻ അവർ ഒരുക്കുന്ന പദ്ധതികളെ കുറിച്ച്. Yes, now you will sing like a canary. പറയില്ലേ, നിനക്കറിയാവുന്നത് മുഴുവൻ പറയണം. Come on, all lights. Sound running. All set and perfect. Start now, you. ഒരു മണിക്കൂർ 57 സെക്കൻഡ്സ്. നല്ല ഒന്നാന്തരം മധുരത്തേൻ മൊഴി. ടോട്ടലി അൺഇന്ററപ്റ്റഡ് മ്യൂസിക്. ഇനി നീ ഇതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞടാ. ഓ ഗാഡ്, ഞാനത് മറന്നു. സോറി കേട്ടാ, ഇവന്റെ മുറിവൊക്കെ ഒന്ന് കുത്തിത്തച്ച് വെക്കണം. ഒരല്പം ബ്രൂട്ടലായി. ആ ബ്രൂട്ടലായ മതിയാവുമെന്നറിയാം. അതുകൊണ്ടാ ഇവനെ മെരുക്കാൻ നിന്നെപ്പോലെ ഒരു ക്രൂരനെ തന്നെ വിളിച്ചു വരുത്തതല്ലടാ. ആ ലുക്ക് ജോസഫ്, ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞാൽ ഉടനെ ഇവനെ പാക്ക് ചെയ്ത് എനിക്ക് ബോംബെക്ക് എത്തിച്ചേരണം. साले का इतना जरूरत है वहां पे.
ഈ കഴിവേറിയെ കൊത്തിക്കൊണ്ട് എന്ന് അവിടുത്തെ IB ചീഫിന്റെ മുന്നിലിട്ട് കൊടുത്താൽ മതി. ആ കളവൻ പ്രസാദിക്കും. ഇപ്പൊ ഉടക്കി നിൽക്കുന്ന എന്റെ പ്രൊമോഷൻ ജൂക്ക നീങ്ങി പോരും. കേട്ടല്ലോ? നോക്ക്, ഇപ്പൊ തന്നെ പുറപ്പെട്ടില്ലെങ്കിലേ നിന്നെ കൊത്തിയെടുക്കാൻ നിൽക്കാതെ ബോംബെ വിമാനം ജൂക്കെന്നൊക്കെ പറക്കും. ഓ ഗോഡ്, am I late? Yes, you are. Sir, drop him. Sir, bye boss. Bye. Good morning, madam. ഗുഡ് മോർണിംഗ്. Good morning, sir. Mr. Joseph Alex, Sir. you are late. Sir, I was... No, I don't want any excuse. കളക്ടറെ, ഇന്നാട്ടിലെ ജനാധിപത്യ സെറ്റപ്പില് പ്രോട്ടോകോളിന്റെ ഏത് തട്ടിൽ വെച്ച് അളന്നാലും ശരി, തന്റെ ഈ IAS എന്ന 3 അക്ഷരത്തേക്ക് തൂക്കം വരുവിടോ ജനപ്രതിനിധിക്ക്. ഡോണ്ട് പ്രിറ്റൻഡ് അതർവൈസ്. Please, sir. ദാ ഈ വേഷം കണ്ടല്ലോ. ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ we were at the right spot. റയറ്റ് സ്പോട്ട്, ഒലക്കയുടെ മൂട്. എന്നാത്തിനാടോ ലേബർ എന്നാത്തിനാടോ കളക്ടർ പോലീസിന്റെ നെഞ്ചത്ത് കയറാണോ? എടോ, ഒരുമാതിരി സൗജന്യ റേഷനുള്ള അപേക്ഷയും താങ്ങി പിടിച്ചുകൊണ്ട് തന്റെ ഓഫീസിന്റെ തിണ്ണനിറങ്ങാൻ വരുന്ന തെണ്ടികളുണ്ടല്ലോ, ലേമാൻ, കഞ്ഞിക്ക് വകയില്ലാത്ത എമ്പോക്കിയിട്. അവരോട് മതി പേരാ തന്റെ ഈ വിരട്ടലൊക്കെ. കേട്ടല്ലോ? എന്താണോ ഒന്നും മിണ്ടാത്തത്? അറിയാലോ, അല്ലെങ്കിൽ എപ്പോഴും ഒരു എല്ല് കൂടുതലായി അയാൾക്ക്. ഇപ്പോഴെന്തോ തന്റെ നാക്കകം കുഴിച്ച് താഴോട്ട് ഇറങ്ങിപ്പോയോ? Sir, Mr. John Varghese. സ്വീകരിക്കാൻ വൈകിയെത്തിയതിന് കളക്ടറെ മന്ത്രി ശാസിച്ചു എന്ന് നാളത്തെ പത്രത്തിൽ ഒരു 4 കോളം വാർത്തയാണ് അങ്ങയുടെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞാൽ മതി സർ, ഞാൻ നിന്ന് തരാം. ദാ ഇവരുടെ മുമ്പിൽ ഞാനൊരു വിനീത വിധേയന്റെ വിഡ്ഢിവേഷം അഭിനയിച്ചു തരാം, ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ സീൻ. നോൺസെൻസ്. കളി ആരോടാണെന്ന് അറിയില്ല എനിക്ക്. അറിയാം സർ, സംസ്ഥാന വിഭവശേഷി വകുപ്പ് മന്ത്രി ജോൺ വർഗീസിനോട്. ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്. അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാനൊടുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്, ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട്. ഒന്ന് നിർത്തണോടുന്ന്. നിർത്താം സർ. ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ റോങ് പേഴ്സൺ. കളി എന്നോടും വേണ്ട സർ. നോ, വൈ? ബിക്കോസ് ഐ ഹാവ് an extra bond. As you said, ഒരെല്ല് കൂടുതലാണ് എനിക്ക്. And don't you ever learn to forget that.